നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര എനർജിയില്ലേ, അതിനെ വെറുമൊരു ഫിസിക്കൽ ലെവലിൽ നിന്ന് ഒരു സ്പിരിച്വൽ ഹൈറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? ഇതൊരു വലിയ ചോദ്യമാണല്ലേ. ഇതിന് പണ്ടേയുള്ളൊരുത്തരമാണ് തന്ത്രയോഗം. അപ്പോ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു കെമിസ്ട്രിയിലേക്ക്, ആ ഒരു രസതന്ത്രത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. തന്ത്രയോഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരിലും ഒരു വലിയ എനർജി സോഴ്സ്, ഒരു ഊർജ്ജ സ്രോതസ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജീവശക്തി എന്ന് പറയുന്നത്. ഈ യോഗയുടെ മെയിൻ പരിപാടി എന്താ? ആ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ തട്ടിയുണർത്തുക, എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ എനർജി ചാനലുകളിലൂടെ അതിനെ ഒഴിട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഓറ, അതായത് പ്രഭാവലയം, അത് കുറച്ചുകൂടി സ്ട്രോങ് ആകും. അപ്പോൾ ഈ ഒരു ഉള്ളിലുള്ള ഉണർവിലേക്കെത്താൻ നമുക്ക് 3 കീസ് ഉണ്ട്, 3 താക്കോലുകൾ. ഇതിനെ മുദ്രകൾ എന്നാണ് പറയുന്നത്. അതായത് ചില പ്രത്യേകതരം ഫിസിക്കൽ പ്രാക്ടീസുകളാണിവ. വജ്രോളി, അമരോളി, പിന്നെ അശ്വിനി. ഇതാണ് ആ 3 മെയിൻ മുദ്രകൾ. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ മുദ്രകൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്ന്, അല്ലേ? സിമ്പിളായി പറഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിലെ പ്രാണൻ, അതായത് നമ്മുടെ ലൈഫ് ഫോഴ്സ്, അതിൻ്റെ ഫ്ലോ കൂട്ടും. ഈ ഒരു പവർഫുൾ ഫ്ലോ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ് എനർജി, കുണ്ടലിനി, അതിനെ ഉണർക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തന്ത്രയോഗത്തിലെ ആ കെമിസ്ട്രി, ആ ഒരു പ്രോസസ്സ്. സ്റ്റെപ്പ് 1, ഓജസ്, അതായത് നമ്മുടെ ബേസിക് ലൈഫ് എനർജി, ആ ഒരു സെക്ഷുവൽ എനർജിയിലെ, അതിനെ നമ്മൾ ആദ്യം കൾട്ടിവേറ്റ് ചെയ്യുന്നു, വളർത്തുന്നു. സ്റ്റെപ്പ് 2, ഈ റോ എനർജിയെ തേജസ്സാക്കി മാറ്റുന്നു, അതായത് ഒരു സ്പിരിച്വൽ ഗ്ലോ, ഒരു ആത്മീയ പ്രകാശമാക്കി മാറ്റുന്നു. ഇനി സ്റ്റെപ്പ് 3, ഈയൊരു ട്രാൻസ്ഫർമേഷനാണ് നമ്മളെ ആത്മനിർവൃത്തിയിലേക്ക്, അതായത് കംപ്ലീറ്റ് സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിക്കുന്നത്. ഈ പ്രോസസ്സിന്റെ റിസൾട്ട് ശരിക്കും ഭയങ്കര സ്പെഷ്യലാണ്. സാധാരണ പോലെ എനർജി പുറത്തേക്ക് കളയുന്നതിന് പകരം അതിനെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ട്രാൻസ്ഫോം ചെയ്യുക, അതുവഴി ഒരു താന്ത്രിക് ഓർഗാസം സാധ്യമാക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എനർജി സേവ് ചെയ്യുന്നത് നമ്മുടെ ഓറയെ സ്ട്രോങ് ആക്കും, അതുപോലെ നമ്മുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും. അങ്ങനെയൊക്കെയാണ് തന്ത്രയോഗത്തിൽ പറയുന്നത്. അപ്പോൾ അവസാനം ഈയൊരു പുരാതനമായ അറിവ് നമ്മളോട് ചോദിക്കുന്നത് ഇത്രയുള്ളൂ: നിങ്ങളുടെ ഉള്ളിലെ ആ എനർജിയെ, അതിനെ വെറുമൊരു ഫിസിക്കൽ കാര്യമായി മാത്രം കാണണോ, അതോ അതിനെ ഒരു പുതിയ ലെവലിലേക്ക് ഉയർത്താൻ നിങ്ങൾ റെഡിയാണോ? ആ ഒരു പോസിബിലിറ്റിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ.